അപ്പോൾ സാറ് കുറേ നേഴ്സസിൻ്റെ ലൈഫ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പരാജയപ്പെട്ടതിൽ നിന്നും എഫേർട്ട് ഇട്ട് മൾട്ടിപ്പിൾ അറ്റംപ്റ്റിലൂടെ എഴുതിയെടുത്ത ഏതെങ്കിലും ഒരു നേഴ്സിൻ്റെ ഒരു പേര് സാറിൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നേഴ്സിൻ്റെ സ്റ്റോറി ഞാൻ പറയാം. ആൾ ജർമ്മനിയിലാണല്ലോ ഇപ്പോൾ. ആള് ജർമ്മനിയിലുള്ള ആളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്നിട്ട് ആദ്യമൊക്കെ വളരെ വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല, പ്രയാസമാണ്, വീട്ടിലെ ഹസ്ബൻഡ് വിളിക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വളരെയധികം എഫേർട്ട് ഇട്ട് അവരെ പഠിച്ച് ആദ്യത്തെ പ്രാവശ്യം ഒരു മൊഡ്യൂൾ പാസ്സായി, പിന്നീട് പോയി പരീക്ഷ എഴുതി 2 മൊഡ്യൂൾ പാസ്സായി, ലാസ്റ്റ് ഒരു പരീക്ഷ എഴുതി 1 മൊഡ്യൂൾ പാസ്സായി. 3 അറ്റംപ്റ്റ് എടുത്തു പാസ്സാവാൻ വേണ്ടി. പക്ഷെ അവരിന്ന് ജർമ്മനിയിൽ ഹാപ്പി ആയിട്ടുള്ളൊരു നേഴ്സായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവർക്ക് 3200 കഴിഞ്ഞ് അവർ കുറച്ച് നേഴ്സിംഗ് സ്കില്ലുള്ളത് കൊണ്ട് അവർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. 3600 യൂറോ അവർക്ക് ബേസിക് സാലറി കിട്ടുന്നുണ്ട്. എന്നോട് ഒരിക്കൽ പറഞ്ഞു, സാറേ 24 മണിക്കൂറേ ഇപ്പോൾ ഉള്ളൂ, അത് കൂടുതലുണ്ടായിരുന്നു, എനിക്ക് അത്ര സമയം ഓവർ ടൈം ചെയ്യാമായിരുന്നു. എൻ്റെ കൈ നിറയെ ഓവർ ടൈമാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തത്ര സമയമുണ്ട്, ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ജർമ്മനി വീട് വാങ്ങി എന്നെല്ലാം വളരെ സന്തോഷമുള്ള സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നേഴ്സുമാരും പലവട്ടം എഫേർട്ട് എടുത്തിട്ടാണ് അവർ പലപ്പോഴും ഇത് പാസ്സാവുന്നതും പോകുന്നതും ഒക്കെ ചെയ്യുന്നത്. അതൊരു മോശം കാര്യമാണോ? 1, 2 തവണ 3 തവണയൊക്കെ എഴുതുക എന്ന് പറയുന്നത് പൊതുവേ നമുക്കൊരു മോശം കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണിത്. നമ്മുടെ ഒരു ലൈഫിനെ ട്രാൻസ്ഫോം ആക്കുന്ന, അതായത് നമ്മുടെ മാത്രമല്ല നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ജീവിതത്തെ ഏറ്റവും ഉയരത്തിലെത്തിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്ന നമ്മൾ 8 മാസം കൊണ്ടും 10 മാസം കൊണ്ടും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഒരു 2 വർഷം നമ്മൾ എഫേർട്ട് ഇടാനായിട്ട് റെഡിയായി. 2 വർഷം വേണം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ സെറ്റാക്കണം. ഞാനിതിനു വേണ്ടി കണ്ടിന്യൂസ് ആയി 2 വർഷം എഫേർട്ട് ഇടും എന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരാളും വിജയിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും ആളുകൾക്ക് ക്ഷമയില്ലാതെ ഷോർട്ട് കട്ടിൽ പോയി, ഇപ്പം നമ്മൾ OET ഒക്കെ ചെയ്യുന്നത് 2 മാസത്തെ പഠനം കഴിഞ്ഞ് പരീക്ഷ എഴുതുകയാണ് പൊതുവെ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 മാസത്തെ പഠനം, 3 മാസത്തെ പഠനം. അപ്പം ആ 3 മാസം കഴിഞ്ഞ് പരീക്ഷ എഴുതി പിന്നെ ഒരു പരീക്ഷ എഴുതി അവർ ഡ്രോപ്പ് ചെയ്യും പലപ്പോഴും. ജർമ്മൻ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് 1 ഇയർ to 2 ഇയർ ഇതിനു വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി റെഡി ആവണം. നിങ്ങൾ 8 മാസമേ ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. 8 മാസത്തെ പഠനം കഴിഞ്ഞ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ജോലിയിലേക്ക്, നിങ്ങൾ പരീക്ഷയ്ക്ക് വിജയിച്ചില്ലെങ്കിൽ ജോലിയിലേക്ക് മടങ്ങിപ്പോകാം. പിന്നീട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് നമുക്ക് ബ്രഷപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷകൾ എഴുതാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു കോഴ്സ് കഴിയുന്നത് വരെ ഓഫ്ലൈനായിട്ട് പഠിക്കുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാം, പിന്നീട് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നീട് ഓഫ്ലൈനായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈനിൽ അത് ബ്രഷപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ എഡ്യൂഫ്ലെയറിൽ കൊടുക്കുന്നുണ്ട്. എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതിന് അഡീഷണൽ ചാർജ് എന്തെങ്കിലും വാങ്ങിയിട്ട്? ചാർജ് ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് പഠിച്ച് പാസ്സായി പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാർ, അതുപോലെ എഡ്യൂഫ്ലെയറിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തീരുമാനം എടുത്തു വരുന്ന ഒരാളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? എഡ്യൂഫ്ലെയറിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആളുകളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് ആളുകളുടെ പൈസ വാങ്ങുക എന്നുള്ളതല്ല. അപ്പം നമ്മുടെ അടുത്ത് വരുന്നൊരു സ്റ്റുഡൻറ്റ് പരാജയപ്പെട്ടാൽ അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. അവർ ജീവിതത്തിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. വീണ്ടും നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് അവരെന്താഗ്രഹിച്ചു വന്നോ അത് ഫുൾഫിൽ ചെയ്യാതെ അവർ പഴയ നിലവാരത്തിലേക്ക് തിരിച്ചു പോകുമ്പം നമ്മുടെ ഒരു വിഷൻ അത് സൂട്ടബിൾ ആയിട്ടൊരു കാര്യമല്ല. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ പഠിക്കണം, പാസ്സാവണം, ജർമ്മനി പോകണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയാണ് നമ്മുടെ അടുത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്. എന്തൊക്കെയാണത്? അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിത് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇതിൻ്റെ ഫുൾഫിൽമെൻറ്റിനും സക്സസ്സിനും ആവശ്യമാണ്. പഠിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തേ മതിയാവും. ബാക്കി എല്ലാ കാര്യങ്ങളും 100% അർപ്പണബോധത്തോടുകൂടി അല്ലെങ്കിൽ അർപ്പണ രീതിയിൽ എഡ്യൂഫ്ലെയറിൽ നിന്ന് ആളുകൾക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കോഴിക്കോട് ടൗണിൽ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ മാവൂർ റോഡിൽ മൊഫീസൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള RP മാൾ എന്ന് പറയുന്ന ഒരു മാളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു മാളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക് ഏറ്റവും ഒരു ലക്ഷറി ആംബിയൻസിലാണ് അത് പ്രവർത്തിക്കുന്നത്.
അതായത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. വരാനും പോകാനും എളുപ്പത്തിൽ അവർക്ക് കഴിയും. അപ്പം അവർക്ക് ആ ജർമ്മനി പോയാൽ അവരുടെ ജീവിതത്തിൽ നാളെ കിട്ടാൻ പോകുന്ന എന്താണോ അത് നമ്മളിവിടെ കൊടുക്കുന്നു. മിനി ജർമ്മനി ഇവിടെയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളും സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമുകളാണ്. ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ച് സ്മാർട്ട് ക്ലാസ് റൂം സിസ്റ്റമാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് മഴക്കാലമാവട്ടെ വേനൽക്കാലമാവട്ടെ ഏത് കാലത്തിലും ഏത് കംഫർട്ടബിളായി ഒരു സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമിലിരുന്ന് അധ്യാപകർ സ്മാർട്ട് ക്ലാസ് റൂം പോലെ ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ച് അവരെ പഠിപ്പിക്കാനുള്ള സിറ്റുവേഷൻ നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് പാനൽ എന്ന് പറയുന്നത് അവർക്ക് ഹിയറിങ്ങിലും വിഷ്വലായിട്ടുള്ളതും എല്ലാ തലത്തിലും അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അവർക്ക് ആ ബോർഡിൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലേ ചെയ്യിച്ചിട്ടോ എങ്ങനെയും അവർക്ക് വിഷ്വലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ലൈവായിട്ട് ജർമ്മനിയിൽ നിന്ന് പോലും ആളുകൾക്ക് അവരോട് നേരിട്ട് അവരെ ക്ലാസ് റൂമിൽ ഇൻട്രാക്ട് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ 2 ടീച്ചേഴ്സിനെ ഇത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് C1 C2 മാസ്റ്റേഴ്സൊക്കെ പാസ്സായിട്ടുള്ള അവരുടെ സീനിയർ ഫാക്കൽറ്റി. ഈ ഫാക്കൽറ്റിയാണ് അവർക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ഒരു ടീച്ചറിനെയും കൂടി വെച്ചിട്ടുണ്ട്. ഈ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂളും പാസ്സായി ജർമ്മനിയിലേക്ക് പോകാൻ പ്രോസസ്സിങ്ങിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി പോകാനുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 4-5 മാസം പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് അവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ എങ്ങനെയാണ് പഠിച്ച് പാസ്സായത്, അവരാണല്ലോ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ഇതൊക്കെ പഠിക്കണം, ഇങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമെന്ന് പറയുക. ഇൻഡിവിജ്വലായിട്ടുള്ള വിഷമങ്ങളെ പ്രയാസങ്ങളൊക്കെ കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഗ്രാമർ, അവരുടെ വൊക്കാബുലറി, അവരുടെ ഹോംവർക്ക്, അസൈൻമെൻറ്റ് ഇതിനൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷനും സപ്പോർട്ടും കൊടുക്കാനും കുട്ടികളുടെ ആ പഠന കാര്യവും നമ്മുടെ ഓർഗനൈസേഷനും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാനും സീനിയർ ഫാക്കൽറ്റിയും കുട്ടികളും തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നൊരു ഫെസിലിറ്റി നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ സാറ്റർഡേയിലും നമ്മൾ എക്സാം വെച്ചിട്ടുണ്ട്. അത് എഡ്യൂഫ്ലെയറിലേക്ക് സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കടന്നു വന്നാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അതായത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇടാൻ തയ്യാറാണോ, തീർച്ചയായും എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരാം, നിങ്ങൾക്ക് പാസ്സാകാം. ഞങ്ങളുടെ വിഷനുമായിട്ട് നിങ്ങളുടെ രീതി പൊരുത്തപ്പെടണം. നിങ്ങളെ പാസ്സാക്കി ജർമ്മനിയിൽ അയക്കുക, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ. അത് ഞങ്ങളുടെ മിഷനാണ്. ആ മിഷനുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇവിടേക്ക് വരേണ്ടത്. അപ്പം അത് സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റർഡേ എക്സാം വെച്ചിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും സാറ്റർഡേ എക്സാം ഇടും. അങ്ങനെ ഓരോരോ സാറ്റർഡേകളും കഴിഞ്ഞിട്ടാണ് 8 മാസം കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ELSP എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ELSP എന്ന് പറഞ്ഞാൽ എഡ്യൂഫ്ലെയർ ലേണിംഗ് സക്സസ് പ്രോഗ്രാം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നോളജിന് ഓരോ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് 4 മൊഡ്യൂളുണ്ട്. അതായത് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയണം, നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം, വായിക്കാനുള്ള കഴിവുണ്ടാവണം, എഴുതാനുള്ള കഴിവുണ്ടാവണം. ഈ സ്കില്ലാണ് ലാംഗ്വേജ് പഠനത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ ഒരു അധ്യാപകർ ഇങ്ങനെ ഒരു ലെക്ചർ ചെയ്യുന്നത് പോലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അവരിതിലേക്ക് ഇറങ്ങി വരണം, അവരിത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അവർക്ക് നമ്മുടെ ELSP അവറിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ അവർക്ക് സ്വയം ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ, ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റികൾ ധാരാളം കൊടുത്തുകൊണ്ട് ആ ലാംഗ്വേജ് പ്രയോഗിക്കാനുള്ള അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ELSP എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ബോറിംഗ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം കഥകളിലൂടെ ആയിരിക്കാം, കളികളിലൂടെ ആയിരിക്കാം, താഴത്തെ ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന വിധത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലേക്ക് എമേർജ് ചെയ്ത് വരാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്.
അപ്പം സാർ അതുപോലെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള ആളുകളാണ്, എങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരണമെന്ന് സാർ ആഗ്രഹിക്കുന്നത്? എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പഠിക്കണമെന്ന ബോധ്യമുള്ളവർ, ഇതിന് എളുപ്പവഴികളില്ലെന്ന് മനസ്സിലായിട്ടുള്ള ആളുകൾ, ഇതിനുവേണ്ടി എഫേർട്ട് ഇടണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. ഒരു കാരണവശാലും ഓൺലൈനായിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠനം തിരഞ്ഞെടുക്കുന്ന ഒരാളുകളെയും എഡ്യൂഫ്ലെയർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എഡ്യൂഫ്ലെയറിന് പരിപൂർണമായിട്ടും ബോധ്യമുണ്ട് ജർമ്മൻ ലാംഗ്വേജ് ഒരാൾക്കും ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല, പഠിച്ച് പാസ്സാവാൻ സാധിക്കില്ല. അപൂർവം 1-2 ആളുകൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം, പക്ഷേ പരിപൂർണമായിട്ടും അത് അവർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആളുകൾക്കായിരിക്കാം ചിലപ്പോൾ 1-2 ആളുകൾക്കൊക്കെ സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ സാധിക്കുന്നത്. അല്ലാത്ത ആളുകൾക്കെല്ലാം ഓഫ്ലൈനായി പഠിച്ചാൽ മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ അവരെ കോഴ്സ് B2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 1 മന്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം പ്രിപ്പറേഷൻ പ്രാക്ടീസ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് റിയൽ ആയിട്ടുള്ള എക്സാം ഹോളിൽ ചെല്ലുമ്പം അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ പലവട്ടം ഇവിടെ നമ്മൾ മോക്ക് എക്സാമുകളായി നടത്തി അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരെ റിയൽ എക്സാമിലേക്ക് നമ്മൾ വിടുന്നത്. അതുകൂടാതെ ഒരു വിദ്യാർത്ഥി എഡ്യൂഫ്ലെയറിൽ പഠിച്ച് എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയാൽ പിന്നീട് അവർ വിജയിക്കുന്നിടം വരെ നമ്മൾ അവരെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എന്നാണ് അവർ പാസ്സാവുന്നത് അതുവരെ സൗജന്യമായിട്ട് പിന്നെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മളിലേക്ക് കടന്നു വരേണ്ട ഒരാളെ പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നമ്മൾ 4 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ആളുകളെ മാത്രമേ നമ്മൾ എഡ്യൂഫ്ലെയറിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇപ്പോൾ 8 മാസത്തെ പഠനമാണെങ്കിൽ 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യേണ്ടതും കൺസിസ്റ്റൻ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സാധിക്കൂ. അതിനുവേണ്ടി 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമാണ്. രണ്ടാമതായിട്ട് സാറ്റർഡേ എക്സാം എന്ന് പറയുന്നത് എഡ്യൂഫ്ലെയറിൻ്റെ ഏറ്റവും വലിയൊരു ടൂളാണ്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലും അവർ പഠിക്കുന്നതിലും നമ്മൾ ഉപയോഗിക്കുന്ന വലിയ ടൂളാണ് ഈ സാറ്റർഡേ എക്സാം. അപ്പോൾ ഈ സാറ്റർഡേ എക്സാമിൽ 95% അറ്റൻഡൻസ് നിർബന്ധമാണ്. മാർക്കിനേക്കാൾ ഉപരി അറ്റൻഡൻസിനാണ്. അതായത് അവർ സീരിയസ് ആയിട്ടാണ് ഈ ലാംഗ്വേജ് പഠനത്തിൽ വരുന്നതെന്നും അവർക്കിതിൽ ഫോക്കസ്ഡ് ആണ് എന്നും അധ്യാപകർക്ക് മനസ്സിലാക്കാനും ആ കുട്ടിക്ക് സ്വയം മനസ്സിലാക്കാനുമുള്ള ഒരു കാര്യമാണ് ഈ സാറ്റർഡേ എക്സാം എന്ന് പറയുന്നത്. 3 ആഴ്ച അടുപ്പിച്ച് സാറ്റർഡേ എക്സാം ഒരു കുട്ടി എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ കുട്ടിക്ക് ഫോക്കസ് ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, ആ കുട്ടി പരീക്ഷ എഴുതി മാർക്ക് കുറവാണെങ്കിൽ അധ്യാപകന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവർ ഇന്ന ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഈ ഏരിയയൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുമ്പം അധ്യാപകർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും വിദ്യാർത്ഥിക്ക് അത് സ്വയം ബോധ്യപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, സാറ്റർഡേ എക്സാമിന് 95% അറ്റൻഡൻസ് ആവശ്യമുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒരു ഷോർട്ടർ പീരീഡ് കൊണ്ട്, അതായത് 8 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ധാരാളമായിട്ട് ഹോം വർക്കുകളും അസൈൻമെൻറ്റുകളും വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ നൽകുന്നുണ്ടാവും. അതായത് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം കഴിഞ്ഞ് അവരുടെ വീട്ടിലോ ഹോസ്റ്റലിലോ പോയി അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ഹോം വർക്കുകളും അസൈൻമെൻറ്റുകളും അവർ സ്വന്തമായി ചെയ്തിട്ട് അധ്യാപകരെ കാണിക്കണം. പലപ്പോഴും വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർ കൂടെയുള്ള ആൾ ചെയ്തത് അതേപോലെ പകർത്തി എഴുതി അധ്യാപകരെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. ChatGPT ഇപ്പോൾ പുതുതായിട്ട് ആളുകൾ ഉപയോഗിച്ച് ഈ ചോദ്യത്തിന് എന്താ ഉത്തരം എന്ന് ചോദിച്ചാൽ ChatGPT പറഞ്ഞു കൊടുക്കും. അത് B2 ലെവലിലേക്ക് കിട്ടും. ഏത് ഹയർ ലെവലിൽ കിട്ടും. അത് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് അറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ എഴുതി കാണിക്കുന്നവരുണ്ട്. അപ്പം ഇവരൊന്നും തന്നെ പാസ്സാവാൻ പോകുന്നവരല്ല. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ഹോംവർക്കും അസൈൻമെൻറ്റും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസായി പാസ്സാകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഹോംവർക്കും അസൈൻമെൻറ്റും സ്വന്തമായിട്ട് ചെയ്യണം, 3ാമത്തെ കണ്ടീഷൻ. 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളെ 4 മണിക്കൂർ എഡ്യൂഫ്ലെയർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ദിവസം. നിങ്ങൾ വീട്ടിലോ ഹോസ്റ്റലിലോ പോയി അഡീഷണലായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും സ്വന്തമായിട്ട് പഠിക്കണം, പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം. 2 മണിക്കൂറേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. 4 മണിക്കൂറോ 5 മണിക്കൂറോ പഠിക്കാൻ പറ്റിയ അത്രയും വളരെ നല്ലത്. നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ ക്ലാസ്സിലെ പഠനം, 2 മണിക്കൂർ വീട്ടിലെയോ ഹോസ്റ്റലിലെയോ പഠനം. 6 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള 18 മണിക്കൂർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ 6 മണിക്കൂറിൽ 4 മണിക്കൂർ നമ്മൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കും, 2 മണിക്കൂർ സ്വന്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഈ 4 കണ്ടീഷൻ പറയാം. ഇത് ഫുൾഫിൽ ചെയ്യുന്ന ആളുകൾ മാത്രമേ എഡ്യൂഫ്ലെയറിലേക്ക് വരേണ്ടതുള്ളൂ. ഒന്ന്, അവർക്ക്
അവരുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് 95% വേണം. സാറ്റർഡേ എക്സാമിന് 95% അറ്റൻഡൻസ് വേണം. ഹോംവർക്കും അസൈൻമെൻറ്റുകളും സ്വന്തമായിട്ട് ചെയ്ത് അധ്യാപകരെ കാണിക്കണം. ഡെയിലി 2 hours സ്വന്തമായി പഠനത്തിന് മാറ്റി വെക്കണം. ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്ന കുട്ടികൾക്ക് എഡ്യൂഫ്ലെയറിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കടന്നു വരാം. തീർച്ചയായിട്ടും ഇത് 4 ഫുൾഫിൽ ചെയ്യുന്ന ആളുകളെ 8 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുക തന്നെ ചെയ്യും. അവർക്ക് പാസ്സാവാനും കഴിയും, ജർമ്മനിയിലേക്ക് പോകുവാനും സാധിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ 1 മൊഡ്യൂളോ 2 മൊഡ്യൂളോ തോറ്റുപോയ ആളുകളെ പിന്നീട് നമ്മൾ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യും.